ഓം ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് 5-ാമത്തെ ദശകത്തിലെ 5ഉം 6ഉം ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. 5-ാമത്തെ ശ്ലോകം: തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം. ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധ നിഷ്പാദകഃ. ജീവേസ്മിൻ ഖലു നിർവികൽപം അഹം ഇത്യുദ്ബോധ നിഷ്പാദകഃ. ചക്രേസ്മിൻ സവികൽപബോധകം അഹം തത്വം മഹാൻ ഖൽവസൗ. ചക്രേസ്മിൻ സവികൽപബോധകം അഹം തത്വം മഹാൻ ഖൽവസൗ. സമ്പുഷ്ടം ത്രിഗുണൈസ്തമോദിബഹുലം വിഷ്ണോ ഭവത്പ്രേരണാത്. സമ്പുഷ്ടം ത്രിഗുണൈസ്തമോദിബഹുലം വിഷ്ണോ ഭവത്പ്രേരണാത്. ഇതിൻ്റെ അർത്ഥം നോക്കാം. ഭഗവാനെ, മായാകാര്യങ്ങളിൽ ഈ മഹത്തത്വമാകട്ടെ സത്വരജസ്തമസ്സുകൾ ചേർന്നതാണെങ്കിലും സത്വഗുണപ്രധാനവുമായിട്ട് ഈ ജീവങ്കൽ വികല്പമില്ലാത്ത ഞാൻ എന്ന തോന്നലിനെ സ്വയമേവ ഉളവാക്കുന്നു അത്രേ. ഹേ മഹാപ്രഭു, ഈ മഹത്വം തന്നെ അങ്ങയുടെ പ്രേരണ ഹേതുവായിട്ട് ജീവങ്കൽ ത്രിഗുണങ്ങൾ നന്നായി തികഞ്ഞതും എന്നാൽ തമോ ഗുണത്തിന് ആധിക്യമുള്ളതുമായ അഹങ്കാരം എന്ന തത്വത്തെ സൃഷ്ടിച്ചു. ഇങ്ങനെയാണ് ത്രിഗുണാത്മകമായ മഹത്തത്വം സത്വഗുണപ്രധാനമായിട്ട് അഹം ബോധത്തെ സൃഷ്ടിക്കുന്നു. അത് തന്നെ തമോ ഗുണപ്രധാനമായിട്ട് സവികൽപബോധകനുമായ അഹങ്കാരത്തെയും സൃഷ്ടിക്കുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പറഞ്ഞത്. മായയാണല്ലോ സൃഷ്ടി ചെയ്യുന്നത്. മഹത്തത്വത്തിൽ നിന്ന് സത്വം, രജസ്, തമസ് എന്ന് 3 ഗുണങ്ങളുണ്ടായി. അത് സത്വഗുണപ്രധാനമായിട്ട് ഞാൻ എന്ന അറിവിനെ സ്വയമായി ഉണ്ടാക്കി. ഈ മഹത്തത്വം തന്നെ ഹേ വിഷ്ണു ഭഗവാനെ അവിടുത്തെ പ്രേരണ ഹേതുവായിട്ട് തമോ ഗുണത്തിന് ആധിക്യം കൊടുത്തു, വലിപ്പം കൊടുത്തു അവിടെ. എന്നിട്ട് അഹങ്കാരം എന്ന തത്വത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ഇനി ഇതിൽ എങ്ങനെയാണ് വാക്ക് മുറിക്കേണ്ടത് എന്ന് നോക്കാം. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ. ത്രിഗുണാത്മകോ അപി എന്നാണ് വായിക്കേണ്ടത്. പക്ഷേ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം. സത്വപ്രധാന സ്വയം. ജീവേസ്മിൻ, അവിടെയും ഒരു ജീവ അസ്മിൻ, അവിടെ ജീവേസ്മിൻ എന്ന് വായിച്ചാൽ മതി. ഖലു നിർവികൽപം അഹം ഇത്യുദ്ബോധ നിഷ്പാദകഃ എന്നാണ് വരിക. ഖലു നിർവികൽപം അഹമിത്യുദ്ബോധ നിഷ്പാദകഃ, അങ്ങനെ തന്നെ വായിക്കാം. ജീവേസ്മിൻ ഖലു നിർവികൽപം അഹം ഇത്യുദ്ബോധ നിഷ്പാദകഃ. ചക്രേസ്മിൻ സവികൽപബോധം അഹം തത്വം മഹാൻ ഖൽവസൗ. ചക്രേസ്മിൻ, അവിടെയും തന്നെ ചക്ര അസ്മിൻ ചക്രേസ്മിൻ സവികൽപബോധകം അഹം തത്വം മഹാൻ ഖൽവസൗ. ഖലു അസൗ, അതാണ് ഖൽവസൗ. ഇവിടെയും എളുപ്പം തന്നെ വായിച്ചു പോകാൻ പറ്റും. ചക്രേസ്മിൻ സവികൽപബോധകം അഹം തത്വം മഹാൻ ഖൽവസൗ. സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതിബഹുലം. ത്രിഗുണൈഃ തമോ അതിബഹുലം, അങ്ങനെ വായിക്കേണ്ട. സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതിബഹുലം വിഷ്ണോ ഭവത്പ്രേരണാത്. സമ്പുഷ്ടം ത്രിഗുണൈഃ തമോധിബഹുലം വിഷ്ണോ ഭവത് പ്രേരണാത്. ഇനി ട്യൂണിലൊന്ന് വായിച്ചു നോക്കാം. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം. ജീവേസ്മിൻ ഖലു നിർവികൽപം
अहमित्युद्बोधनिष्पादकः जीवेऽस्मिन् खलु निर्विकल्पम् अहमित्युद्बोध निष्पादकः चक्रेऽस्मिन् सविकल्पबोधकम् अहं तत्त्वं महान् खल्वसौ चक्रेऽस्मिन् सविकल्पबोधकम् अहं तत्त्वं महान् खल्वसौ सम्पुष्टं त्रिगुणैस्तमोदिबहुलं विष्णो भवत्प्रेरणात् सम्पुष्टं त्रिगुणैस्तमोदि बहुलं विष्णो भवत्प्रेरणात् ഇനി ആറാമത്തെ ശ്ലോകം. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാം ആസാദ്യ വൈകാരികോ സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാം ആസാദ്യ വൈകാരികോ ഭൂയ തൈജസ താമസാവിധി ഭവൻ ആദ്യേന സത്വാത്മന ഭൂയ തൈജസ താമസാവിധി ഭവൻ ആദ്യേന സത്വാത്മന ദേവാൻ ഇന്ദ്രിയമാനിനോ കൃതദിശാ ബാധാർക്ക പാശ്വശ്വിനോ ദേവാൻ ഇന്ദ്രിയമാനിനോ കൃതദിശാ ബാധാർക്ക പാശ്വശ്വിനോ വന്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്ര ശാരീരകാൻ വന്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്ര ശാരീരകാൻ. എൻ്റെ അർത്ഥം നോക്കാം. ഭഗവാനെ, ഈ അഹങ്കാരമാകട്ടെ സത്വരജസ്തമസ്സുകളുടെ ക്രമമനുസരിച്ച് 3 വിധത്തിലാവുക എന്ന അവസ്ഥയെ പ്രാപിച്ചു. വൈകാരികം എന്ന് പറഞ്ഞാൽ സാത്വികം, പിന്നെ തൈജസ എന്ന് പറഞ്ഞാൽ രാജസം, താമസം എന്ന് പേരുള്ളതായി തീർന്നു. അവയിൽ ആദ്യത്തേതായ സാത്വികം കൊണ്ട് ദിക്ക്, വായു, ആദിത്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ എന്നിവരും അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി എന്നിവരും ചതുർമുഖൻ ചന്ദ്രൻ, ചതുർമുഖൻ, രുദ്രൻ, ക്ഷേത്രജ്ഞൻ എന്ന ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. അഹങ്കാരം 3ആയി പിരിഞ്ഞു: സത്വം, രജസ്, തമസ്. എന്നിട്ട് ഈ സത്വഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നും സൃഷ്ടികളൊക്കെ ഉണ്ടായല്ലോ ഗുരുവായൂരപ്പ എന്ന് പറയാണ്. അപ്പോൾ സാത്വിക അഹങ്കാരത്തിൻ്റെ സൃഷ്ടി എന്തൊക്കെയാണത്രേ? ശ്രോത്രം എന്ന് പറഞ്ഞാൽ ചെവി, ത്വക്ക്, ചക്ഷുസ് എന്ന് പറഞ്ഞാൽ കണ്ണ്, ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ്, ഘ്രാണം എന്ന് പറഞ്ഞാൽ മൂക്ക്, ദിക്ക്. ഇതാണ് ഉണ്ടാക്കിയത് സാത്വിക അഹങ്കാരം. ഇനി ജ്ഞാനേന്ദ്രിയം എന്ന് പറയും. ചെവി, ത്വക്ക്, കണ്ണ്, നാക്ക്, മൂക്ക്, 5 എണ്ണം. അപ്പം ഇതിൻ്റെ ദേവതകളെയും പറയാണ്. ചെവിയുടെ ദേവത ദിക്ക്, ത്വക്കിൻ്റെ ദേവത വായു, കണ്ണിൻ്റെ ദേവത സൂര്യൻ, നാവിൻ്റെ ദേവത വരുണൻ, മൂക്കിൻ്റെ ദേവത അശ്വിനി ദേവന്മാർ എന്ന് പറയും. അത് കഴിഞ്ഞാൽ രാജസ അഹങ്കാരത്തിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങളുണ്ടായി. കർമ്മേന്ദ്രിയങ്ങൾ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം 5. പിന്നെ അതിൻ്റെ ദേവതമാർ വന്നി, അഗ്നി, ഇന്ദ്രൻ, അച്യുതൻ, മിത്രൻ എന്ന് പറഞ്ഞാൽ യമൻ എന്നർത്ഥം, പ്രജാപതി. അങ്ങനെ 5 ദേവതമാരും ഉണ്ടായി. വാക്ക്, നമ്മൾ പറയുന്ന വാക്ക്. പാണി പറഞ്ഞാൽ കയ്യ്, പാദം, കാല്. പായു, ഉപസ്ഥം എന്ന് പറയുമ്പോൾ മലമൂത്ര വിസർജനേന്ദ്രിയങ്ങളെയാണ് പറയുന്നത്. അതിൻ്റെ ദേവതകളെ പറയുന്നു. വാക്കിൻ്റെ ദേവത അഗ്നി, അതുപോലെ കൈകളുടെ ദേവത ഇന്ദ്രൻ, കാലിൻ്റെ ദേവത അച്യുതൻ അല്ലെങ്കിൽ വിഷ്ണു, പിന്നെ പായുവിൻ്റെ ദേവതയാണ് മിത്രൻ, ഉപസ്ഥത്തിൻ്റെ ദേവതയാണ് പ്രജാപതി അല്ലെങ്കിൽ ബ്രഹ്മാവ്. ഇനി ഒരു 5 ജ്ഞാനേന്ദ്രിയം 5 കർമ്മേന്ദ്രിയം ഉണ്ടായി. അതിൽ നിന്ന് വേറെ 4 കൂടി ഉണ്ടായിട്ടുണ്ട്. അന്ധഃകരണം എന്ന് പറയും. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ചിത്തം. ഇതാണ് അന്ധഃകരണം, ഉള്ളിലുള്ള കരണങ്ങൾ. ഇതൊക്കെ പുറമേയുള്ള ഉപകരണങ്ങൾ. ഉള്ളിലുള്ള ഉപകരണമാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അതിൻ്റെ ദേവതകൾ: മനസ്സിൻ്റെ ദേവത ചന്ദ്രൻ, ബുദ്ധിയുടെ ദേവത ചതുർമുഖൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, അഹങ്കാരത്തിൻ്റെ ദേവത രുദ്രൻ പറഞ്ഞാൽ ശിവൻ, ചിത്തത്തിൻ്റെ ദേവത ക്ഷേത്രജ്ഞൻ അല്ലെങ്കിൽ വാസുദേവൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് സൃഷ്ടികളുണ്ടായത് അല്ലേ ഗുരുവായൂരപ്പ എന്ന് പറയുകയാണ്. ഇനി നമ്മൾ
ഇതിൽ എങ്ങനെയാണ് വാക്ക് മുറിക്കേണ്ടത് എന്ന് നോക്കാം. സോ അഹം, സോഹം എന്ന് വായിച്ചാൽ മതി. ച ത്രിഗുണക്രമാത് ത്രിവിധതാം ആസാദ്യ, ത്രിവിധതാം ആസാദ്യ ഇങ്ങനെ വായിച്ചാലും തെറ്റില്ല, പക്ഷെ ഒന്നിച്ച് വായിക്കണം. ഇവിടെ വായിക്കുമ്പോൾ ത്രിവിധതാം ആസാദ്യ വൈകാരികോ ഭൂയസ്തൈജസ. അപ്പോൾ ഭൂയ തൈജസ താമസാവിധി, ഭൂയസ്തൈജസ താമസാവിധി. വിധി, വിധി പറഞ്ഞാൽ ഇതി, താമസൗ ഇതി എന്നാണ് ഞാൻ താമസാവിധി എന്ന് പറയുന്നത്. ഭവൻ ആദ്യേന സത്വാത്മന, ഭവൻ ഭഗവാനേ ആദ്യേന സത്വാത്മന ദേവാൻ ഇന്ദ്രിയ മാനിനോ അകൃതദിശാ വാദാർക്ക പാശ്വശ്വിനോ. അത് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ദേവാൻ ഇന്ദ്രിയമാനിനോ കൃതദിശ വാ വാത അർക്ക. വാതം എന്ന് പറഞ്ഞാൽ കാറ്റ്, അർക്കൻ പറഞ്ഞാൽ സൂര്യൻ, പാശി എന്ന് പറഞ്ഞാൽ വരുണൻ, അശ്വിനോ എന്ന് പറഞ്ഞാൽ അശ്വിനി ദേവന്മാർ. അപ്പം ഇങ്ങനെ വായിക്കാം നമുക്ക്. ദേവാനിന്ദ്രിയമാനിനോ കൃതദിശ വാദാർക്ക പാശി അശ്വിനോ. അങ്ങനെ വായിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. അടുത്തത് വന്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. വന്നി അഗ്നി, ഇന്ദ്രൻ അച്യുതൻ, മിത്രൻ മിത്രകാൻ, കാൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. വിധു വിധി, വിധു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. ശ്രീരുദ്രൻ ശാരീരകാൻ എന്ന് പറഞ്ഞാൽ ദേവന്മാർ എന്നാണ് അത്രേ അർത്ഥം. ഇങ്ങനെയാണ് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് സൃഷ്ടിയെക്കുറിച്ച് ഇങ്ങനെ വഴിക്ക് വഴിക്ക് പറഞ്ഞു വരുന്നത്. ഗുരുവായൂരപ്പനോട് ചോദിക്കുകയും ചെയ്യും, അല്ലേ മഹാപ്രഭു ഇങ്ങനെയല്ലേ സൃഷ്ടികളൊക്കെ നടന്നത്? ഭാഗവതം മുതലായ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളിലുമൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ക്രമമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിക്കണ്ണൻ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് തലകുലുക്കി സമ്മതിക്കും എന്നാ പറയുന്നത്. ഇതൊന്ന് നമുക്ക് ട്യൂണിൽ വായിച്ചു നോക്കാം. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാം ആസാദ്യ വൈകാരികോ ഭൂയസ്തൈജസ താമസാവിധി ഭവൻ ആദ്യേന സത്വാത്മന ദേവാനിന്ദ്രിയമാനിനോ കൃതദിശാ പാദാർക്ക പാശ്വശ്വിനോ വന്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്ര ശാരീരകാൻ. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാം ആസാദ്യ വൈകാരികോ ഭൂയസ്തൈജസ താമസാവിധി ഭവൻ ആദ്യേന സത്വാത്മന ദേവാൻ ഇന്ദ്രിയമാനിനോ കൃതദിശാ വാദാർക്ക പാശ്വശ്വിനോ വന്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്ര ശാരീരകാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഗുരുവായൂരപ്പ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദ.